അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, അപ്പോൾ ഈ 6 അംഗ സംഘത്തിൽ ആരൊക്കെയാണുള്ളത്? ഇപ്പോൾ ഈ പെൺസുഹൃത്തും കൂട്ടാളികളും ചേർന്ന് ഒരു 21 വയസ്സുകാരനോട് ഇത്ര വലിയ ക്രൂരത കാണിക്കാൻ എന്താണ് കാരണം? യുവതികൾ ഉൾപ്പെടുന്ന സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ 3 പേരെ കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയായ 21-കാരനാണ് പരാതിക്കാരൻ. കഴിഞ്ഞ മാസം 24-ന് ബംഗളൂരുവിലുള്ള തന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയതാണ് ഈ പരാതിക്കാരനായ യുവാവ്. അവിടെ വെച്ച് ഒരു സംഘം ആളുകൾ യുവാവിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് നേരെ കോഴിക്കോട് പയമ്പ്രയിലുള്ള ഒരു വീട്ടിലേക്കാണ് യുവാവിനെ എത്തിക്കുന്നത്. ഈ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഹോക്കി സ്റ്റിക്ക് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് യുവാവിനെ മർദ്ദിക്കുന്നു. ശേഷം ഭീഷണിപ്പെടുത്തി യുവാവിന്റെ നഗ്ന ദൃശ്യങ്ങൾ എടുത്ത് അത് ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തു. യുവാവിന്റെ അമ്മയ്ക്ക് ഈ നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയും ശേഷം 8 ലക്ഷം രൂപ തന്നാൽ മാത്രമേ യുവാവിനെ അവിടെ നിന്ന് മോചിപ്പിക്കുകയുള്ളൂ എന്നും ഈ സംഘം പറഞ്ഞു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് ഈ സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് യുവാവ് പുറത്തു വരുന്നത്. നേരെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലെത്തി യുവാവ് പരാതി നൽകുകയായിരുന്നു. അതിനെ തുടർന്നാണ് 6 പേർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പോലീസ് നിലവിൽ ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ അന്വേഷണത്തിൽ കോഴിക്കോട് തന്നെയുള്ള ഒരു 3 പേരാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യുവതികൾ ഉൾപ്പെടെയുണ്ട്. ഏതായാലും CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടാതെ സൈബർ പോലീസിന്റെ കൂടി സഹായത്തോടെ നിലവിൽ ചേവായൂർ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ശരി, അഭിജിത്ത് മുഴക്കുന്നു.